ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വാർത്താ സമ്മേളനമില്ല. ഗാസയുടെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാകുന്നു. അവർ തമ്മിൽ തീരുമാനത്തിന് വലിയ പ്രാധാന്യമില്ലല്ലോ. കാരണം അവർ രണ്ടുപേരും ഒരു വശത്ത് തന്നെയാണ്. പക്ഷേ ടാക്റ്റിക്കലായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു യുദ്ധവിരാമം ഉണ്ടായതാണ്, പക്ഷേ അതിപ്പോൾ നിന്ന് പോയിരിക്കുന്നു. കാരണം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടർന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപിനാണെങ്കിൽ മറ്റാശയങ്ങളെ കൊണ്ട് ഇവരെല്ലാം വെളിയിലാക്കുക, എന്നിട്ട് ഗാസ സ്ട്രിപ്പിനെ ഒരു സീ റിസോർട്ടാക്കുക എന്നൊക്കെയുള്ള ആശയങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അവരെ ഇന്തോനേഷ്യയിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് അയക്കുന്നു എന്നൊക്കെയുള്ള ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം തുടർന്നു പോകുന്നത് ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു തവണ കൂടി അമേരിക്കൻ പ്രസിഡൻറ്റും ഇസ്രായേലി പ്രൈം മിനിസ്റ്ററും ചർച്ച നടത്തിയത്. അപ്പം യുദ്ധം കുറയ്ക്കാൻ തന്നെ ആയിരിക്കും അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാതിരിക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോസ്റ്റേജിനെ തിരിച്ചു കിട്ടുന്നവരെ യുദ്ധം അവസാനിക്കുകയില്ല എന്നൊരു പണ്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കുറച്ച് ഇസ്രായേലികളേ ഉള്ളൂ ഇപ്പോഴുള്ളത്. പക്ഷേ ഇസ്രായേലീസ് അവിടെ ഹോസ്റ്റേജ് ആണെന്നുള്ള ഒരു ചിന്ത ഇസ്രായേലിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഹോസ്റ്റേജസ് എല്ലാം പുറത്തു വന്നാലും അവർ മരിച്ചാലും കൊള്ളാം, ജീവിച്ചിരിക്കുന്നവരായാലും കൊള്ളാം, അവരെ തിരിച്ചു തന്നാൽ മാത്രമേ യുദ്ധവിരാമം തുടരുകയുള്ളൂ എന്ന ഇസ്രായേലിൻ്റെ വളരെ കടുത്ത നിലപാടാണുള്ളത്. അതിൽ നിന്ന് ഒരു മാർഗം കണ്ടുപിടിക്കാനായിരിക്കും അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നു. ഗാസയിൽ വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയെ നരകമാക്കും എന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി എന്ത് സംഭവിക്കും ഗാസയിൽ? അതെ, പക്ഷേ അത് രണ്ടും സാധിക്കാത്ത കാര്യങ്ങളാണല്ലോ. ഈ പാലസ്റ്റൈൻ സ്റ്റേറ്റ് എന്നുള്ളൊരു കാര്യം ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇസ്രയേലും അമേരിക്കയും പോലും അതിനെ മുഴുവനായിട്ട് എതിർക്കുന്നില്ല. പക്ഷേ എവിടെയാണ് പാലസ്റ്റൈൻ സ്റ്റേറ്റ്, ഗാസ സ്ട്രിപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെയുള്ള പാലസ്റ്റീനിയൻസിനെ വേറെ അറബ് രാജ്യങ്ങളിലേക്ക് അയക്കണമെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് ഇന്തോനേഷ്യയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു, പിന്നെ ആഫ്രിക്കയിലെവിടേക്കെങ്കിലും അയക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനൊന്നും അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അറബ് രാജ്യങ്ങളുടെ മനസ്സിൽ പാലസ്റ്റൈൻ ഗാസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലുമാണ് ഉണ്ടാകേണ്ടതാണ് അവരുടെ ആഗ്രഹം. വെസ്റ്റ് ബാങ്കിലൊരു പാലസ്റ്റൈൻ അതോറിറ്റി തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതിന് പകരം ഒരു കൗണ്ടർ ചെയ്യുന്ന ഈ നടപടികളൊന്നും വിജയിക്കുമെന്ന് തോന്നുന്നില്ല. അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും യൂറോപ്യൻ രാജ്യങ്ങളോ അതുപോലെയുള്ളവരൊന്നും ഇതിനോട് സഹകരിക്കുകയില്ല. അപ്പോൾ ഇസ്രായേലിനും അമേരിക്കയും വീണ്ടും ആലോചിക്കേണ്ടതുള്ളത് അടുത്ത സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നാണ്. യുദ്ധവിരാമം വേണമെന്നായിരിക്കും അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നെതന്യാഹുവിൻ്റെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസത്തിനകം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണോ സർ? അമേരിക്ക ഇറാൻ യുദ്ധം ഉണ്ടാകും? ഇല്ല, തീർച്ചയായും യുദ്ധഭീതിയിലാണ് എല്ലാ കാലത്തും. അത് ഒക്ടോബർ 7 മുതൽ കൂടുകയും ചെയ്തു കഴിഞ്ഞ വർഷം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഹൈലി എക്സ്പ്ലോസീവ് സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. പാലസ്റ്റീൻ പ്രശ്നം പരിഹരിച്ചാൽ പോലും ഇറാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാനെതിരായിട്ട് ഒരു വലിയ അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. അടുത്ത ഒരു മാസത്തിനുള്ളിലോ എന്തോ ഒരു ന്യൂക്ലിയർ ഡീൽ നെഗോഷിയേറ്റ് ചെയ്യണം, അതിനനുസരിച്ച് വേണം, അതിന് ശേഷം വേണം. അതങ്ങനെ നടന്നില്ലെങ്കിൽ ഇറാനെ ബോംബ് ചെയ്യുമെന്നാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ സീരിയസ് സിറ്റുവേഷനാണ്. അതുപോലെ അറബ്സ് ആരുടെ കൂടെ നിൽക്കും, മറ്റു രാജ്യങ്ങൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് യാതൊരു തീർച്ചയുമില്ല. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം വേണമെങ്കിൽ പാലസ്റ്റീൻ സ്റ്റേറ്റ് ഉണ്ടാകണം. ഇസ്രായേലിന് സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് വേണം. അമേരിക്ക ഇത് രണ്ടും ഗ്യാരണ്ടി ചെയ്യാൻ തയ്യാറാവണം. അതുകൊണ്ടുപോലെ ശ്രമിക്കുന്നതാണ്. ഈ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അത് നേടിയെടുത്തതാണ്. പക്ഷേ സൗദി അറേബ്യ അത് സൈൻ ചെയ്യുന്നതിന് മുമ്പാണ് ഹമാസ് ഗാസ അറ്റാക്ക് ചെയ്തത്. അതോടുകൂടി ആ പ്രപ്പോസൽസ് എല്ലാം പോയി, പിന്നെ യുദ്ധത്തിലേക്ക് മാറി. അതുകൊണ്ട് തിരിച്ച് ആ സ്ഥിതിയിലേക്ക് പോകണം. ഈ അക്കോർഡ്സ് സൗദി അറേബ്യ സൈൻ ചെയ്യുമോ, മറ്റ് അറബ് രാജ്യങ്ങൾ സൈൻ ചെയ്യുമോ, അതിൽ നിന്ന് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമോ, ഇറാനുമായിട്ടുള്ള ഈ ന്യൂക്ലിയർ ഡിസ്പ്യൂട്ട് എവിടെ വരെ പോകും, ഇതൊക്കെ വളരെ അവ്യക്തമാണ്. അതുകൊണ്ട് യുദ്ധഭീതിയിലാണ് ഗൾഫ് റീജിയൻ എന്നും അതുപോലെ അത് ലോകത്തേക്ക് എവിടെ വേണേലും എപ്പോഴും പടരാകുന്നതാണെന്നും, വിശേഷിച്ചും പ്രസിഡന്റ് ട്രംപ് ആയതുകൊണ്ട് ഇത് ഏതൊക്കെ സ്ഥിതിയിലേക്ക് പോകുമെന്ന് നമുക്ക് ഇപ്പോൾ
ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ഇറാൻ ആണവായുധം ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അവർക്ക് ആണവ ആയുധമുണ്ടെന്ന് പറയാറായിട്ടില്ല. അവർക്കുള്ളത് എൻറിച്ച്ഡ് യുറേനിയമാണ്. അവർ ലോകമറിയാതെ യുറേനിയം, ഈ ന്യൂക്ലിയർ മെറ്റീരിയലുണ്ടാകുമല്ലോ യുറേനിയത്തിൽ നിന്ന് എന്തായാലും. പീസ്ഫുൾ യൂസസിനും യുറേനിയം 235 വേണം. പക്ഷെ അതിനേക്കാളും ഹയറായിട്ട് എൻറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അതിനെ ഒരു ന്യൂക്ലിയർ വെപ്പണാക്കാം. അതാണ് ലോകത്തെല്ലാം ഉള്ള ഒരു അസ്വാസ്ഥ്യത. പക്ഷേ ഒരു എഗ്രിമെൻ്റ് അവർ ചേർത്തിരുന്നല്ലോ, 15 വർഷത്തേക്ക് അവരിത് ഉപയോഗിക്കുകയില്ല എന്നൊരു എഗ്രിമെൻ്റാണ് ഉണ്ടായത്. അത് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടേമിൽ തന്നെ അത് റിജക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അന്നുണ്ടാക്കിയ ജനീവയിലുണ്ടായ കരാർ, യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായിട്ടുണ്ടാക്കിയ കരാർ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിന് പകരം ഒരു പുതിയ കരാർ ചർച്ച ചെയ്യാൻ ഇറാൻ തയ്യാറാണ്. പക്ഷേ നോ ഡയറക്റ്റ് ടോക്സ് വിത്ത് അമേരിക്ക എന്നാണ് അവരിപ്പോൾ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഡെഡ് ലൈൻ വരുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ ഇറാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അമേരിക്ക ബോംബ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് നീങ്ങുക. ശരിക്കും ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അതിന്റെ പ്രതിഫലനം എന്തായിരിക്കും? ലോകത്ത് സാമ്പത്തിക വ്യവസ്ഥിതിയെ ബാധിക്കും? തീർച്ചയായിട്ടും അൺപ്രഡിക്റ്റബിൾ ആണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. കാരണം ഇറാന് ഒരു ഫൈറ്റിംഗ് കേപ്പബിലിറ്റി ഉണ്ടല്ലോ, അവർക്ക് നല്ല സോൾജിയേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ റിയൽ ഫൈറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരും ഇറാഖുമായിട്ട് എത്രയോ വർഷങ്ങളാണ് ഒരു യുദ്ധം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി അവർക്കുണ്ട്. പക്ഷേ അമേരിക്കയായിട്ട് യുദ്ധം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അതെല്ലാവരും ചേർന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എന്നാലും അമേരിക്ക ഇക്കാര്യത്തിൽ ഇറാൻ ബോംബുണ്ടാക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ വളരെ ദൃഢനിശ്ചയമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും അപകടം ഒളിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ട്രേഡ് വാർ എന്ന നിലയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു ന്യൂക്ലിയർ വാർ വരെ പോകാവുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. താൻ അധികാരത്തിലെത്തിയാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപിന് അതിന് സാധിക്കുന്നില്ല. പകരം വേറെ യുദ്ധത്തിന് തിരികൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതെ, അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ, പാലസ്റ്റീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് ഒരു വശത്തും, അതുപോലെ യുക്രൈനെതിരായിട്ടുള്ള ഈ റഷ്യൻ മൂവ്മെൻറ്റൊക്കെ വിഡ്രോ ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ ചെറിയ കൺസെഷൻസൊക്കെ റഷ്യൻസ് കൊടുത്തിട്ട് യുക്രൈൻ്റെ കൂടെ നിന്ന് അദ്ദേഹം ചർച്ചകൾ നടത്തുമെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ നേരെ എതിരായിട്ടാണ് സംഭവിച്ചത്. യുക്രൈനെ മാറ്റി നിർത്തിക്കൊണ്ട് റഷ്യയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ നോക്കുന്നത്. അതിലൊരുപാട് കൺസെഷൻസ് റഷ്യൻസ് കൊടുത്തിട്ട് പോലും റഷ്യ അതിന് തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് യുക്രൈൻ എന്നൊരു രാജ്യമേ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് യൂറോപ്യൻ യൂണിയനിൽ പോകാൻ പാടില്ല, നേറ്റോയിൽ പോകാൻ പാടില്ല, അവരുടെ റിസോഴ്സസ് മുഴുവനും അമേരിക്കയ്ക്ക് കൊടുക്കണം, കാരണം അവരൊരുപാട് പണം ചിലവാക്കി അവിടെ യുദ്ധം നടത്തിയവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് പുടിന് സമയം നൽകുന്നു. കാരണം ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പുടിൻ സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പിടിച്ചെടുത്ത സ്ഥലങ്ങൾ കയ്യിൽ വയ്ക്കാനും യുക്രൈൻ നേറ്റോയിൽ പോവുകയില്ല എന്നുള്ള ഒരു കരാറുണ്ടാക്കാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇത് രണ്ടും പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ യുക്രൈനിലെ എല്ലാ നാച്ചുറൽ റിസോഴ്സസും അമേരിക്ക എടുക്കുമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുക? അതുപോലെ റഷ്യക്ക് അവർ പിടിച്ചെടുത്ത ഭാഗങ്ങളൊക്കെ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നതും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഒരു മാതൃക നമ്മൾ ഉദ്ദേശിച്ച അദ്ദേഹം ഈ രണ്ട് രാജ്യങ്ങളിലും പ്രഷർ ചെലുത്തി നിർത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ റഷ്യക്ക് മറ്റ് താല്പര്യങ്ങളുണ്ട്. അവർക്ക് റിസോഴ്സസ്, യുക്രൈനിലെ റിസോഴ്സസ് മുഴുവൻ വേണം. അതുപോലെ നേറ്റോയെ പറ്റി പ്രസിഡന്റ് ട്രംപിന് വലിയ ആൻസൈറ്റി ഒന്നുമില്ല. പക്ഷേ റഷ്യ തന്നെ പിന്മാറുകയും വേണം പല സ്ഥലങ്ങളിൽ നിന്നും എന്നുള്ളതാണ് അമേരിക്കയുടെ പൊസിഷൻ. അപ്പോൾ അതിൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കാനാണ് പുടിൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ സീസ് ഫയർ എന്ന് വെച്ചാൽ ഉടനെ തന്നെ ഇത് ഫ്രീസ് ചെയ്യില്ലേ സിറ്റുവേഷൻ. അപ്പോൾ അദ്ദേഹം സീക്രട്ടായിട്ട് പല മൂവ്സ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രിയമിനൻറ്റ് പൊസിഷൻ റഷ്യക്ക് കിട്ടുന്നവരെ അദ്ദേഹം കാത്തു നിൽക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. പക്ഷേ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായതുകൊണ്ട് ഇക്കാര്യത്തിൽ അധികം ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും, അതുപോലെ ഇറാൻ്റെ ന്യൂക്ലിയർ പരിപാടികളും, ഇതെല്ലാം ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ വളരെയധികം പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. അധികം അവരൊന്നും പറയുന്ന പോലും ഇല്ല. അറബ് രാജ്യങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും അഭിപ്രായം പറയുന്ന പോലും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്.